പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് ഹമാസ് പറഞ്ഞത് തങ്ങൾ ബന്ദികളെ ഉടൻ വിട്ടയക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഹമാസിൻ്റെ ഈ പറയുന്ന അംഗങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുന്നു. കാരണം ഈ വെടിനിർത്തലിന് ശേഷം ഹമാസിൻ്റെ പ്രവർത്തകരെല്ലാം തന്നെ ഈ ഫോൺ ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു. ഫോണുകൾ ഉപയോഗിക്കരുതെന്ന് ഹമാസിൻ്റെ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയതായിട്ടാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ലണ്ടൻ ആസ്ഥാനമായുള്ള അഷർ ഖാൻ അൽ ഔസത്ത് ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ വെടിനിർത്തലിന് ശേഷം ഈ ഹമാസിൻ്റെ പ്രവർത്തകരെല്ലാം തന്നെ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചിരുന്നു. ഈ ഫോണുകൾ ഇനി ഉപയോഗിക്കേണ്ടതില്ല എന്ന് പറയുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രസ്താവന എത്തിയിരിക്കുന്നു. ശനിയാഴ്ചയ്ക്കകം ബന്ദികളെ വിട്ടില്ല എങ്കിൽ കനത്ത ആക്രമണം തങ്ങൾ ആരംഭിക്കും എന്നാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഹമാസിനെ തങ്ങൾ നരകം കാണിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ഏതായാലും ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവുമൊക്കെ ഒറ്റക്കെട്ടായി വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു സർവനാശം തന്നെ ഏവരും പ്രതീക്ഷിക്കുന്നു. അതിനിടയിൽ ഇസ്രയേലിനെതിരെ യുദ്ധം തുടങ്ങാൻ തങ്ങൾ തയ്യാറായിരിക്കുന്നു എന്ന് യമനിലെ ഹൂത്തികളും അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹൂത്തി നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂത്തിയാണ് ടെലിവിഷൻ ചാനലിലൂടെ ഈ ഒരു പ്രസ്താവന പുറത്ത് വിട്ടിരിക്കുന്നത്. ഏതായാലും വീണ്ടും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം സംഘർഷഭരിതമാകുകയാണ് പശ്ചിമേഷ്യ. തക്കം പാർത്തിരിക്കുന്ന ട്രംപിന് കിട്ടിയ ഒരു വലിയ അവസരമായിരിക്കും ഒരുപക്ഷെ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഈ ഒരു നീക്കം. ശനിയാഴ്ചക്കകം ബന്ദികളെ വിടുന്നതിൽ യാതൊരുവിധ നീക്കവും ഇപ്പോൾ നടക്കുന്നില്ല. അതിനുള്ള ഏറ്റവും വലിയ സൂചന തന്നെയാണ് ബന്ദികളെ വിട്ടയക്കില്ല എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ ഹമാസ് അവരുടെ നേതാക്കളടക്കമുള്ളവരുടെ ഫോണുകളെല്ലാം ഓഫ് ചെയ്യാൻ ഒരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുന്നത്. അതായത് വലിയ തിരിച്ചടി ഹമാസും പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ഗാസ വീണ്ടും സംഘർഷ ഭൂമിയായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.